ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ സോഷ്യോളജിയാണ് നോക്കാൻ പോണത്. സോഷ്യോളജിയിൽ നെക്സ്റ്റ് ചാപ്റ്റർ സോഷ്യൽ കൺട്രോൾ. അപ്പോൾ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും നേരം നമ്മളെങ്ങനെയാണ് ഒരു സാമൂഹ്യ ജീവി ആവുന്നത്, അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് ഒരു സൊസൈറ്റിയുടെ ഭാഗമാവണേന്നൊക്കെ നമ്മൾ മുന്നുള്ള ചാപ്റ്റേഴ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ ജീവിക്കുമ്പോൾ നമ്മൾ ഒരുപാട് നിയമങ്ങളും ഒക്കെ പാലിക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു നമ്മളൊരു കൺട്രോൾ വേണം. ആ സമൂഹത്തിൽ നമ്മുടെ പെരുമാറ്റ രീതികളാണെങ്കിലും ബാക്കി എന്താണെങ്കിലും നമ്മളവിടെ ഇങ്ങനെ കൺട്രോൾ വേണം. കാരണം നമ്മൾ വീട്ടിൽ നമ്മൾ പെരുമാറുന്ന പോലെ ആവില്ല നമ്മൾ പുറത്ത് പോയിട്ട് പെരുമാറാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ ഒരു കൺട്രോൾ കൊണ്ടുവരുന്നത്, സോഷ്യൽ കൺട്രോൾ എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എന്നാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്താണ് ഈ സോഷ്യൽ കൺട്രോൾ എന്ന് നോക്കാം. സ്വീകാര്യമായ ഒരു പെരുമാറ്റ ശൈലിക്ക് വഴങ്ങാൻ അംഗങ്ങളെ നിർബന്ധിതരാക്കുന്ന വ്യവസ്ഥാപിത മാർഗങ്ങളാണ് സാമൂഹ്യ നിയന്ത്രണം അഥവാ സോഷ്യൽ കൺട്രോൾ. സ്വീകാര്യമായിട്ടുള്ളൊരു പെരുമാറ്റ രീതി, അതായത് ഇപ്പോൾ ഈ ഒരു സൊസൈറ്റി, ഇപ്പോൾ ഈ സൊസൈറ്റിക്ക് ഇന്ന പോലെയാണ് വേണ്ടത്. ഈ സൊസൈറ്റിയിൽ ജീവിക്കുന്നവരെല്ലാം അത്തരം പെരുമാറ്റ രീതികൾ അവർ ഫോളോ ചെയ്യണം. അപ്പം അങ്ങനെ ആൾക്കാർക്ക് സ്വീകാര്യമായിട്ടുള്ള രീതിയിലുള്ള ആ ഒരു സമൂഹത്തിന് മൊത്തം ഉൾക്കൊള്ളാൻ പറ്റാവുന്ന ചില ചട്ടങ്ങളും മര്യാദകളും കൊണ്ടുവരിക. അതിനെയാണ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. സ്വീകാര്യമായ ഒരു പെരുമാറ്റ ശൈലിക്ക് വഴങ്ങാൻ അംഗങ്ങളെ നിർബന്ധിതരാക്കുന്ന വ്യവസ്ഥാപിത മാർഗങ്ങളാണ് സാമൂഹ്യ നിയന്ത്രണം. ഇനി എന്താണ് ഇതിൻ്റെ ആവശ്യം? ഇങ്ങനെ ഒരു സോഷ്യൽ കൺട്രോൾ കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യം എന്താണെന്ന് നോക്കാം. സാമൂഹ്യ ക്രമം പാലിക്കുന്നതിന്, സാമൂഹ്യ ഐക്യം സ്ഥാപിക്കൽ, വ്യക്തികളുടെ പെരുമാറ്റം നിയന്ത്രിക്കാൻ, സാമൂഹ്യമായ വിലക്കുകൾ ഏർപ്പെടുത്താൻ, സാംസ്കാരികമായ പൊരുത്തക്കേടുകൾ ഇല്ലാതാക്കാൻ. അപ്പോൾ ഇങ്ങനെ ഒരു കൺട്രോൾ കൊണ്ടുവന്നാൽ മാത്രമാണ് ആ സൊസൈറ്റിയിലുള്ള എല്ലാവരും ഒരുപോലെ നിൽക്കുള്ളൂ. അതേപോലെ തന്നെ അവർക്ക് അവിടെ ഐക്യം ഉണ്ടാവണം. ഒരു വ്യക്തികളുടെ പെരുമാറ്റം അതിനൊരു മാന്യത വേണമല്ലേ, അത് വേണം. പിന്നെ സാംസ്കാരികമായിട്ടുള്ള പൊരുത്തക്കേടുകൾ. പലരും പല സംസ്കാരമായിരിക്കും. അപ്പോൾ ഇവിടെ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ ഇങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് പറയുമ്പോൾ നമ്മളെങ്ങനെയാണെങ്കിൽ കൂടി അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു വഴിയിലേക്ക് വരും. ഇതൊക്കെയാണ് അതിൻ്റെ ആവശ്യം. ഇനി നമുക്ക് നോക്കാനുള്ളത്, ഇനി എന്തൊക്കെയാണ് ഇതിലെ ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ കൺട്രോൾ അല്ലെങ്കിൽ സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ ഫാക്ടേഴ്സ്. എല്ലാ സമൂഹത്തിലും ചില അംഗീകരിക്കപ്പെട്ട പെരുമാറ്റ രീതികളും മാനദണ്ഡങ്ങളും ഉണ്ടാകും. സമൂഹത്തിൽ അംഗങ്ങൾ അനുസരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നവയാണ് ഈ വ്യവസ്ഥകൾ. അപ്പോൾ ഒരു നിയമം വയ്ക്കുമ്പോൾ അത് അവരനുസരിക്കുമെന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ടായിരിക്കും. പെരുമാറ്റ നിയമങ്ങൾക്ക് വഴങ്ങുന്നതിന് അംഗങ്ങൾക്ക് മേൽ ചില സാമൂഹ്യ സമ്മർദ്ദ മാർഗങ്ങൾ പ്രയോഗിക്കപ്പെടാറുണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു നിയമം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു നിയമം പാസ്സാക്കി. അപ്പോൾ അത് നമുക്കറിയാം, ഇതിങ്ങനെ ഒരു നിയമം കൊണ്ടുവരണം നമ്മളത് അനുസരിക്കാൻ വേണ്ടിയിട്ടാണെന്നറിയാം. അഥവാ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് അവരെ കൊണ്ട് അനുസരിപ്പിക്കാനുള്ള മാർഗങ്ങൾ അപ്പുറത്തുണ്ട് അല്ലേ. ശിക്ഷാ നടപടികൾ ഉണ്ടാവും, പോലീസ് ഉണ്ടാവും. അപ്പം അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു സൊസൈറ്റിയുടെ പെരുമാറ്റം അല്ലെങ്കിൽ സോഷ്യൽ കൺട്രോൾ അല്ലെങ്കിൽ പെരുമാറ്റ രീതികൾ നമ്മൾ അനുസരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതനുസരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സമ്മർദ്ദ പരിപാടികൾ അവിടെ ഉണ്ടായിരിക്കും. സാമൂഹ്യ നിയന്ത്രണം സ്വയം നിയന്ത്രണവുമാണ്. നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യലാണ്. സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അത്തരം വ്യവസ്ഥകൾ വളരെ വിലമതിക്കപ്പെടുന്നവയാണ്. അപ്പോൾ നല്ലൊരു സംസ്കാരം നമുക്കുണ്ടാവണമെങ്കിൽ ഇത്തരം കൺട്രോളുകൾ ആവശ്യമാണ്. വ്യവസ്ഥകളോട് വ്യക്തികൾ ഇണങ്ങുന്നത് സ്വമനസാലെയാണ്. നമ്മൾ മനഃപൂർവ്വം നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതൊക്കെ നിയമിക്കുന്നത്. ആ നിയമത്തെ നമ്മൾ പാലിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടാണ്. നമ്മുടെ സ്വഭാവം ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. പക്ഷെ നമ്മളിങ്ങനെ ഒരു പൊതുസ്ഥലത്ത് എത്തുമ്പോൾ നമ്മൾ സ്വയം അങ്ങനെയായിട്ട് മാറുകയാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ അത് ചെയ്യാണ്. കാരണം അത് അവിടെ അത്യാവശ്യമാണ്. സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ വ്യാപ്തി വിപുലമാണ്. സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായി സാമൂഹ്യ നിയന്ത്രണത്തിന് മാറ്റം വന്നുകൊണ്ടിരിക്കും. സമൂഹം മാറുമ്പോൾ അവിടുത്തെ സംസ്കാരവും അവിടുത്തെ ചിട്ടകളും ഒക്കെ മാറുന്നതോടുകൂടി ആ സാമൂഹ്യ നിയന്ത്രണം കൂടെ മാറും. സമൂഹത്തിനനുസരിച്ച് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതൊക്കെയാണ് അതിൻ്റെ ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ കൺട്രോൾ. ഇനി അടുത്തത് വരുന്നത് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ, അതുപോലെ തന്നെ ഫോർമൽ സോഷ്യൽ കൺട്രോൾ. രണ്ട് ടൈപ്പ് കൺട്രോളുകളാണ്.
സോഷ്യൽ കൺട്രോളുകൾ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഇൻഫോർമൽ കൺട്രോൾ, അനൗപചാരികമായിട്ടുള്ള സാമൂഹ്യ നിയന്ത്രണങ്ങൾ. രണ്ടാമത്തത് ഫോർമൽ, അതായത് ഔപചാരികമായിട്ടുള്ള സാമൂഹ്യ നിയന്ത്രണം. അപ്പോൾ ഇൻഫോർമൽ ആയിട്ടുള്ളത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്ന് വിശ്വാസമാണ്. വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? ഒരു കാര്യം സത്യമാണെന്ന്, ഒരു പ്രത്യേക കാര്യം അത് സത്യമാണെന്നുള്ളൊരു പ്രഖ്യാപനം, അതിനെയാണ് നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഒരു കമ്പനി വിൽക്കുമ്പോൾ അത് അത്രയും 100% ഹൈജീനിക് ആണ് എന്നവർ പല കാര്യങ്ങളും നിരത്തി പറയുമ്പോൾ നമ്മളതെന്താണ്? സത്യമാണെന്ന് അവർ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ നമ്മളത് വിശ്വസിക്കുകയാണ്. രണ്ടാമത്തെന്താണ്? പ്രതിഫലം. പ്രതിഫലം എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ പെരുമാറി, അല്ലെങ്കിൽ നമ്മൾ നല്ല സംസ്കാര സമ്പന്നരെ പോലെ തന്നെ പെരുമാറി കഴിഞ്ഞാൽ എന്താണ്? മറ്റുള്ളവർ നമ്മളെ പലതരത്തിൽ പ്രശംസിക്കും. പ്രശംസിക്കുക എന്ന് പറയുമ്പോൾ അപ്പം തന്നെ എന്താണ്? ഒരു മീറ്റിങ്ങൊക്കെ വിളിച്ച് കൂട്ടി പൊന്നാട അണീക്കൽ എന്നല്ല, നമ്മൾ ചെയ്ത് ഇഷ്ടപ്പെടുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക അവർ, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഒരു കൺഗ്രാജുലേറ്റ് ചെയ്യും, അല്ല അങ്ങനെയുള്ള പ്രോത്സാഹനങ്ങൾ നമുക്ക് തരും. നാളെയും നമ്മൾ ഇതുപോലെ തന്നെ ഈ പെരുമാറ്റച്ചട്ട രീതികളോടുകൂടി തന്നെ പെരുമാറണം എന്നുള്ള ഒരു ആഖ്യാനമാണ് അവർ തരുന്നത്, ആ പ്രോത്സാഹനം നമുക്ക് തരുന്നത്. പിന്നെയുള്ളതാണ് ശിക്ഷ. നമ്മളത് ശരിക്കും പെരുമാറിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള കുറ്റങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ശിക്ഷ കിട്ടും. ഇനി ജനങ്ങളുടെ രീതികൾ, ആളുകൾ ഒന്നിച്ച് ചേർന്ന് ചെയ്യുന്നതായി സമൂഹം അംഗീകരിച്ചിട്ടുള്ള പെരുമാറ്റ രീതികളാണിത്. അതായത് ഒരാളുടെ മാത്രം ഇഷ്ടമല്ല, ജനങ്ങളുടെ രീതികളാണ് പറയുമ്പോൾ ഒരാളുടെ മാത്രം ഇഷ്ടമല്ല, ആ ഒരു സൊസൈറ്റിയിലുള്ള ജനങ്ങൾക്ക് മൊത്തം അംഗീകരിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പം ജനങ്ങളുടെ തീരുമാനമാണ്, ആ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ആ സമൂഹത്തിലെ ജനങ്ങളുടെ തീരുമാനമാണ് അവിടെ അത്തരം കൺട്രോളുകളായിട്ട് വരുന്നത്. പിന്നെയുള്ളത് സമ്പ്രദായങ്ങൾ. ഇപ്പോൾ ദീർഘകാലങ്ങളായിട്ടുള്ള നമ്മുടെ ശീലങ്ങൾ, അതൊക്കെ എന്താണ്? ഈ സോഷ്യൽ കൺട്രോളിൽ വരുന്നുണ്ടാവും. ഇനി പ്രകൃത്യാതീത വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും. ഇപ്പോൾ ഓരോ സമൂഹത്തിലും അവരുടെ ആചാരങ്ങൾക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. അവരുടെ വിശ്വാസങ്ങൾ, ചില അന്ധവിശ്വാസങ്ങളിൽ ഒരുപാട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഒരു തരത്തിലുള്ള കൺട്രോളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളെടുത്ത് പറയും അമ്മിയുടെ മുകളിൽ ഇരിക്കാൻ പാടില്ല എന്ന് പറയും, അല്ലേ? അല്ലെങ്കിൽ കട്ടളപ്പടിയുമ്പോൾ നിൽക്കാൻ പാടില്ല എന്ന് പറയും. അതൊരു തരത്തിൽ അന്ധവിശ്വാസമാണ്. പക്ഷെ അതിന് പിന്നെ ഒരു സയൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ പണ്ട് കാലങ്ങളിൽ അമ്മിയിലാണ് അരയ്ക്കുക. അപ്പോൾ നമ്മൾ അതുമ്മ കയറി നിന്ന് കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് എരിയും, നമ്മുടെ മൂടൊക്കെ എരിയും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയണത്. അപ്പം അങ്ങനെ ചെയ്യരുത് എന്ന് അതിന് സയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളനുസരിക്കില്ല. പകരം എന്താണ്? ഇങ്ങനെ എന്തെങ്കിലും ഓരോ വിശ്വാസങ്ങളുടെ പുറത്തായി കഴിഞ്ഞാൽ അത് അവരവിടെ അംഗീകരിക്കും. കട്ടളപ്പടി നിന്ന് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. കട്ടളപ്പടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലാണ് ആൾക്കാർ മാറി നിൽക്കുള്ളൂ. പിന്നെ പറയുന്നതാണ് രാത്രി മുടി ചീകരുതെന്നൊക്കെ പറയും. രാത്രി മുടി ചീകിയാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പക്ഷെ പണ്ട് കാലങ്ങളിൽ വെളിച്ചമൊക്കെ കുറവാണല്ലോ. അപ്പം ഇങ്ങനെ മുടി ചീകുമ്പോൾ എന്താണ്? ഈ മുടിയൊക്കെ ഭക്ഷണത്തിലൊക്കെ വന്ന് വീഴാനും നമ്മളത് കാണില്ല. അപ്പം അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം മര്യാദയ്ക്ക് പറഞ്ഞാൽ കേൾക്കാണ്ടാവുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു വിശ്വാസം എടുത്തു വിട്ടു. അതുപോലെ തന്നെ നമ്മൾ പറയും ഉറുമ്പ് തിന്നാൽ കണ്ണിൻ്റെ കാഴ്ച കൂടുന്നു. അങ്ങനെയാണെങ്കിൽ കാഴ്ച പോകണമെങ്കിൽ കുറച്ച് ഉറുമ്പിനെ പറക്കി കഴിച്ചാൽ പോരെ. അപ്പം അതൊന്നുമല്ല, പണ്ട് കാലത്ത് കുറേ പേരുണ്ട്, കുട്ടികൾ തന്നെ ഉണ്ടാകും. അപ്പോൾ ചായയിലൊക്കെ ഉറുമ്പെന്ന് പറഞ്ഞാൽ അത് മാറ്റാൻ നിന്ന് കഴിഞ്ഞാൽ ഇത്രയും പണികളുടെ ഇടയിൽ ബുദ്ധിമുട്ടാണ്. അപ്പം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് ഒരു ഉറുമ്പ് പോയോണ്ട് ഇപ്പോൾ ഒന്നും പറ്റാനൊന്നുമില്ല അല്ലെങ്കിൽ. അപ്പോൾ അവർക്കത് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരെന്നെ മാറ്റി അങ്ങനെ കഴിച്ചോളും. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ചില വിശ്വാസങ്ങളുടെ പുറത്ത് നമ്മൾ സോഷ്യലി കൺട്രോൾ ചെയ്യണം. ഇനി കലയും സാഹിത്യവും. അപ്പോൾ കലാകാലങ്ങളിൽ നമ്മുടെ ലിറ്ററേച്ചറിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അതെന്താണ്? ആ സമൂഹ നിയന്ത്രണത്തിന് ഒരു ഫാക്ടറാണ്. പിന്നെ പൊതുജന അഭിപ്രായം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്? ഒരു വ്യക്തിയുടെ സ്വഭാവം പെരുമാറ്റം എന്താണ്? മറ്റുള്ളവർക്ക് അതിൽ കൺട്രോളുണ്ട്. ഇപ്പോൾ പണ്ടുള്ളവരൊക്കെ പറയും നല്ലതെന്ന് പറയാൻ എളുപ്പമാണ്, ചീത്താന്ന് വേഗം പറയിക്കും. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ഒന്നും പ്രശ്നമില്ല, നമുക്ക് നമ്മളറിയാമെന്നുള്ളൊരു ഇതാണ്. പക്ഷെ എന്നാൽ കൂടി എന്താണ്? മറ്റുള്ളവരെന്ത് കരുതും അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്താഗതി ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ കിടക്കുന്നുണ്ട്. ഇനി അടുത്തത് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹിക ആദർശങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള ആശയങ്ങൾ എന്താണ്? അല്ലെങ്കിൽ ആശയങ്ങളൊക്കെ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ആശയങ്ങൾ കൊണ്ടുവരുന്ന ആളുടെ അനുഭവജ്ഞാനം കൊണ്ടാണ്.
അപ്പോൾ അത്തരം ആശയങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് ഇങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ അയാളുടെ ഒരു ഫിലോസഫി എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, അത് സാമൂഹ്യ നിയന്ത്രണത്തിനുള്ളൊരു ഫാക്ടറായിട്ട് മാറാറുണ്ട്. ഇതൊക്കെയാണ് എന്ത്, ഇൻഫോർമലായിട്ടുള്ള സോഷ്യൽ കൺട്രോളുകൾ. നമ്മളെങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നതെന്നുള്ളത്, സൊസൈറ്റീനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യണമെന്നുള്ളത്. ഇനി അടുത്തത് ഫോർമലായിട്ടുള്ള സോഷ്യൽ കൺട്രോളാണ് രണ്ടാമത്തത്. ഫോർമലായിട്ടെന്ന് പറയുമ്പോൾ ഒന്ന് നിയമം. അപ്പോൾ നിയമത്തിൻ്റെ കേസ് പറയുമ്പോൾ നമ്മൾ ചില നിയമങ്ങൾ പാസ്സാക്കുന്നു, അത് ജനഹിതമനുസരിച്ച് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അത്ര നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ നിയമങ്ങളനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ പാലിക്കണം. സ്വമനസ്സാലെ നമ്മളതിന് പ്രാപ്തരാവണം അത് പാലിക്കാൻ വേണ്ടിയിട്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പൊതുസ്ഥലത്ത് പുകവലിക്കാനായിട്ട് പാടില്ല, അത് നമ്മൾ ചെയ്യേണ്ട വേണം. അഥവാ നമ്മൾ അങ്ങനെ ചെയ്യാതെ വന്നു കഴിഞ്ഞാലോ നമുക്ക് അതിനപ്പുറത്തെ ഒരു ഇത് വരും. ആ നെക്സ്റ്റ് ഫാക്ടറായിട്ട് വരും ഭീഷണി എന്ന് പറയും. ഭീഷണി എന്ന് പറയണത് ആ സമൂഹത്തിൻ്റെ പെരുമാറ്റ ചട്ടങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ കൺട്രോളിൽ നമ്മൾ നിന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ശിക്ഷകൾ കിട്ടും. അതിനാണ് ഭീഷണി എന്ന് പറയുക. പോലീസിൻ്റെ ഭാഗത്തുനിന്ന്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നൊക്കെ എന്താണ്, ശിക്ഷകൾ കിട്ടാം. നെക്സ്റ്റ് വരുന്നതാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസത്തിൽ കൂടിയാണ് നമ്മൾ ഫസ്റ്റ് എന്താണ്, നമ്മുടെ വീടാണ്. വീട് കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ നമ്മൾ വിദ്യാഭ്യാസത്തിൽ നമ്മൾ കുറേ ടെക്സ്റ്റ് ബുക്കുകളല്ല പഠിക്കുന്നത്, അതിനൊപ്പം കൂടെ നമ്മൾ ഇങ്ങനെയുള്ള സോഷ്യൽ കൺട്രോളിന് വേണ്ട കാര്യങ്ങളും കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതാണ് രണ്ട് തരത്തിൽ വരുന്ന സോഷ്യൽ കൺട്രോളുകൾ, ഇൻഫോർമലും ഫോർമലും. ഇനി നോക്കാനുള്ളത് ഏജൻസീസ് ഓഫ് സോഷ്യൽ കൺട്രോൾ. സോഷ്യൽ കൺട്രോളിൻ്റെ ഏജൻസീസ്, അതിലൊന്നാമത്തത് കുടുംബമാണ്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് നമ്മുടെ സ്വഭാവ രൂപീകരണം എവിടെ നിന്നാണ് നടക്കുന്നത്, കുടുംബത്തിൽ നിന്നാണ് നടക്കുന്നത്. അവിടുത്തെ തന്നെ ഏറ്റവും ഫസ്റ്റ് ഏജൻ്റ് ആരാണ്, നമ്മുടെ അമ്മയാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാം. കുടുംബത്തിൽ നിന്നാണ് നമ്മുടെ സംസ്കാരം, ഭാഷ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് എവിടെ നിന്നാണ്, നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ കുടുംബം എങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അതെന്നെ നമ്മൾ അവിടെ പുറത്ത് പോയിട്ട് നമ്മൾ കാണിക്കും. ഇപ്പോൾ അമ്മയാണ് അതിൽ ഫസ്റ്റ് ഏജൻ്റ് എന്ന് പറയണത്. ഇപ്പോൾ എല്ലാ തരത്തിലുള്ള സ്നേഹം, കരുണ, അങ്ങനെയുള്ള വികാരങ്ങൾ ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് നമ്മുടെ ഫാമിലിയിൽ നിന്നാണ്. സഹജവാസനകളെ നിയന്ത്രിക്കൽ. ഇപ്പോൾ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അതൊക്കെ നമ്മൾ പ്രയോഗിക്കുക അല്ലെങ്കിൽ നമ്മളത് പുറത്ത് കാണിക്കാൻ നമുക്കൊരു കൺട്രോളുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു സെക്ഷൽ തോട്ട് വരാണ്, ആ സെക്ഷൽ തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പബ്ലിക്കായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതിനൊക്കെ ഒരു കൺട്രോളുണ്ട്. അപ്പോൾ നമുക്ക് ഏത് സമയത്ത് വേണം എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ വീട് തന്നെയാണ്. കുടുംബ പാരമ്പര്യങ്ങളും നിയമങ്ങളും നിലനിർത്തൽ. അപ്പോൾ നമ്മൾ കുടുംബത്തിൻ്റെ ആ ഒരു ചിട്ടവട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എന്താണ്, നമ്മൾ ആ പാരമ്പര്യം നിലനിർത്തുകയാണ്. അടുത്തത് നിയമലംഘനങ്ങൾക്ക് ശിക്ഷ നൽകുക. വീട്ടിൽ നിന്നേ കിട്ടൂല്ലേ, നമ്മൾ പറഞ്ഞനുസരിച്ചില്ലെങ്കിൽ നമ്മൾ ആ ശിക്ഷ നടപടികൾ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങുന്നുണ്ട്. ദുർബല അംഗങ്ങളോടുള്ള വൈകാരിക അടുപ്പം. ഇപ്പോൾ വയ്യാത്തവരോട് അങ്ങനെയൊക്കെ നമ്മൾ എന്താണ്, സഹജീവികളോട് നമ്മളൊരു സഹാനുഭൂതി കാണിക്കണം. നമ്മുടെ വീട്ടിൽ നിന്നേ പഠിക്കുകയാണ്. വയ്യാത്ത അച്ചാച്ചനോ അമ്മാമിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ പരിചരിക്കുന്നു. ഇത് തന്നെയാണ് നമ്മൾ പുറത്തു പോയിട്ടും ചെയ്യേണ്ടത്. കാരണം എന്താ, ആരെങ്കിലും ഏതെങ്കിലും ഒരു തരത്തിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ അവരെ സഹായിക്കണം. വിലക്കുകളിലൂടെ ലൈംഗിക പെരുമാറ്റം നിയന്ത്രിക്കൽ. നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ എന്താണ്, നമ്മൾ കുടുംബത്തിൽ നിന്നാണ് പരിശീലിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഘടകമാണ് എന്ത്, അല്ലെങ്കിൽ രണ്ടാമത്തെ ഏജൻസിയാണ് മതം. മതത്തിന് വലിയൊരു റോളുണ്ട്. കാരണം ഒരാൾ ഏത് മതത്തിലാണോ ജനിച്ചിട്ടുള്ളത് ആ മതം അയാളുടെ സ്വഭാവ രൂപീകരണത്തിന് അതുപോലെ തന്നെ സോഷ്യൽ കൺട്രോളിനൊക്കെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. കാരണം എല്ലാ മതങ്ങളും എന്താണ്, നന്മ തിന്മ എന്ന് പറഞ്ഞ രണ്ട് ഫാക്ട് പറയുന്നുണ്ട്. അപ്പം നന്മ എന്ന് പറയുന്നത് നല്ലത് ചെയ്യണം അല്ലെങ്കിൽ നല്ലതാണ്, തിന്മ എന്ന് പറയുന്നത് ചീത്തയാണ്. അപ്പോൾ ആ നന്മ തിന്മകളിലൂടെ നന്മ ചെയ്താൽ നമുക്ക് നല്ലത് വരും, തിന്മ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചീത്ത വരും എന്നുള്ളൊരു ചിന്താഗതി മുന്നേ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലത് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പിന്നെയുള്ളത് ഓരോ മതവും കുടുംബ ബന്ധത്തിനും മറ്റും നിയമപരമായ ചില നിയമങ്ങൾ അനുശാസിക്കുന്നു. ഇതും സാമൂഹ്യ നിയന്ത്രണത്തിന് കാരണമാവുന്നു. ഇപ്പോൾ മുസ്ലിംസിൻ്റെ ഇടയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എന്താണ്, ബാക്കി എല്ലായിടത്തും ഏകപത്നി വ്രതം അല്ലേ, ഒരാൾക്ക് ഒരു സമയം ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവ് എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ മുസ്ലിംസ് ആണെങ്കിലും ഇപ്പോൾ അതിനൊക്കെ ഒരുപാട് നിയമങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ എന്താണ്, നമ്മളെ മതം പഠിപ്പിക്കുന്നതാണ്.
മതനേതാക്കളുടെ പ്രബോധനങ്ങൾ പലപ്പോഴും വ്യക്തികളെ സാമൂഹ്യ നിയന്ത്രണത്തിന് ഉതകുന്ന രീതിയിൽ ജീവിക്കാൻ പ്രാപ്തരാകുന്നു. ഓരോ മതത്തിൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാർ, പ്രവാചകന്മാരോ അല്ലെങ്കിൽ സന്യാസിമാരോ അങ്ങനെയുള്ളവരുടെ പ്രഭാഷണങ്ങൾ, അതൊക്കെ എന്താണ് നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രാർത്ഥനാ സംഗമങ്ങൾ, മതപഠനം, അല്ലേ, മതം പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ ഗ്രന്ഥങ്ങൾ, ഖുർആൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ മുസ്ലിമുകൾ ഇങ്ങനെ മദ്രസയിലേക്ക് പോകുന്നുണ്ട്. ക്രിസ്ത്യൻസിനാണെങ്കിലോ അവരുടെ കേറ്റീസം ക്ലാസ്സുകളുണ്ട്. നമ്മളൊക്കെ പണ്ട് വേദങ്ങളൊക്കെ പഠിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നമ്മുടെ സാമൂഹ്യ നിയന്ത്രണത്തിന് നമ്മളെ പ്രാപ്തരാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മതത്തിന് വലിയൊരു റോളുണ്ട്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് മതത്തിൻ്റെ എങ്ങനെയാണ് മതം ഒരു ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നതെന്ന്, അതേപോലെ കുടുംബം ഒരു ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ വരാട്ടോ. ഇനി വരുന്നതാണ് നിയമം. അപ്പോൾ എന്താണ് നിയമം? നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമൂഹത്തിലുള്ള അംഗങ്ങൾ നിർബന്ധമായും അനുസരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നിയമം എന്ന് പറയുന്നത്. ഒരു സമൂഹത്തിലെ എല്ലാ ജനങ്ങളും നിർബന്ധമായും അനുസരിക്കേണ്ട ഒന്നാണ് നിയമം. ഇങ്ങനെയുള്ള നിയമനിർമ്മാണം വഴി മാത്രമാണ് നമുക്ക് ജനങ്ങളെ ഒരു കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. നിയമവും ആചാരവും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം ആചാരം എന്ന് പറയുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയുള്ളതാണ്. ഇപ്പോൾ ഹിന്ദുക്കളുടെ ആചാരങ്ങളായിരിക്കില്ല ചിലപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ, അതാവില്ല മുസ്ലിംസിൻ്റെ. അപ്പോൾ ആ ആചാരങ്ങൾ അത് പാലിക്കപ്പെട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, നമ്മളൊരു മതത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ആചാരങ്ങളെ നമുക്ക് പിന്തുടരാമെന്ന് മാത്രം. പക്ഷെ നിയമം അങ്ങനെയല്ല. നിയമം എന്ന് പറയണത് ജാതി, മത, വർഗ, വർണ്ണ, ലിംഗഭേദമില്ലാതെ എന്താണ് എല്ലാവരും അനുസരിക്കേണ്ട കാര്യമാണ്. അഥവാ അതനുസരിച്ചില്ല എങ്കിൽ എന്താണ്, അതിനനുസരിപ്പിക്കാനുള്ള സമ്മർദ്ദ നടപടികൾ അപ്പുറത്തുണ്ടാവും. ഈ പറഞ്ഞ പോലെ ശിക്ഷകളുണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതാണ് നിയമം. ഇനി വരുന്നത് പൊതുജന അഭിപ്രായം, പബ്ലിക് ഒപ്പീനിയൻ. ഈ പറഞ്ഞ പോലെ പൊതുജനങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് തന്നെയാണ് നമ്മളിവിടെ പെരുമാറുന്നത്. ഇപ്പോൾ ഒരു ചട്ടക്കൂടെന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മുടെ സംസ്കാരത്തിൽ നമ്മൾ എന്താണ്, കേരളീയ സമൂഹം പാശ്ചാത്യ നാടുകളെ പോലെ ഇങ്ങനെ 2 പീസിലൊന്നും പബ്ലിക്കായിട്ട് നടക്കില്ല. അത് നമ്മൾ എല്ലാ ജനങ്ങളുടെയും ഒരു അഭിപ്രായത്തിൽ നമ്മൾ എടുത്തിട്ടുള്ള ഒരു പെരുമാറ്റ രീതിയാണ്. അപ്പോൾ അതിനെ മാറ്റുന്നവരുണ്ട്, മാറ്റിയത് കൊണ്ട് പ്രശ്നം. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല, പക്ഷെ ഞാൻ പറയാണ്. അപ്പോൾ അങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പോൾ നമ്മുടെ ഒരു പൊതുജന അഭിപ്രായമാണ്. അപ്പം അഥവാ നാളെ ഒരാൾ അങ്ങനെ പോവുകയാണെന്ന് വിചാരിക്കുക, ഒരാളങ്ങനെ 2 പീസിൽ പബ്ലിക്കായിട്ട് അങ്ങനെ പോവുകയാണെങ്കിൽ ആൾക്കാരതിനെ അയ്യേ എന്ന് പറയും, കളിയാക്കലുണ്ടാവും, അല്ലെങ്കിൽ പലതരത്തിലുള്ള ആൾക്കാരുടെ ഒരു അനിഷ്ടം അവരോടെ കാണിക്കും. അപ്പോൾ നമ്മൾ തന്നെ വീട്ടിൽ തന്നെ വസ്ത്രധാരണം ശരിയില്ലെങ്കിൽ പറയും, നാട്ടുകാരെന്താ വിചാരിക്കാമെന്ന് പറയും അല്ലേ. അപ്പോൾ ആ പൊതുജനാഭിപ്രായം എന്താണ്, സോഷ്യൽ കൺട്രോളിൽ വലിയൊരു പങ്കുണ്ട്. പിന്നെയുള്ളത് വിദ്യാഭ്യാസം. ഈ പറഞ്ഞ പോലെ നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ വിദ്യ അഭ്യസിക്കുമ്പോൾ നമ്മൾ വെറുതെ പാഠങ്ങൾ പഠിക്കുക മാത്രമല്ല, ഒരു സമൂഹ ജീവിയായിട്ട് അല്ലെങ്കിൽ ഒരു നല്ല മനുഷ്യനായിട്ട് നമ്മളെങ്ങനെ മാറണമെന്ന് കൂടി അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസത്തിന് സാമൂഹ്യ നിയന്ത്രണത്തിന് ഒരു പ്രധാന ഏജൻസിയാണ്. പിന്നെ വരുന്നത് രാഷ്ട്രമാണ്. രാഷ്ട്രം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു അന്തസത്തയായിട്ട് വരും. നിയമനിർമ്മാണവും ആ പൊതുജനാഭിപ്രായവും അതിൻ്റെ കൂടെ നമ്മളത് നടത്തിയില്ല എങ്കിൽ വരുന്ന ശിക്ഷണ നടപടികളും ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരു കൺക്ലൂഡഡ് സംഭവമാണ് രാഷ്ട്രം എന്ന് പറയുന്നത്. രാഷ്ട്രത്തിനും നമ്മുടെ സോഷ്യൽ കൺട്രോളിൽ വലിയൊരു പങ്കുണ്ട്. ഇതാണ് ഏജൻസീസ് ഓഫ് സോഷ്യൽ കൺട്രോൾ: കുടുംബം, മതം, നിയമം, പൊതുജനാഭിപ്രായം, വിദ്യാഭ്യാസം, രാഷ്ട്രം. അപ്പം നമ്മൾ ഈ രാഷ്ട്രം, കുടുംബം, മതം അത് പ്രത്യേകമായിട്ട് എടുത്ത് നോക്കണം കേട്ടോ. അത് ഒരു 3 മാർക്കോ അല്ലെങ്കിൽ 2 മാർക്കോ ഒക്കെ ആയിട്ട് സെപ്പറേറ്റ് ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, ഒരുമിച്ച് തന്നെ വാട്ട് ആർ ദ ഏജൻസീസ് ഓഫ് സോഷ്യൽ കൺട്രോൾ എന്നും പറഞ്ഞ് നമ്മളോട് ചോദിക്കാം. പിന്നെ ഫോർമൽ, ഇൻഫോർമൽ അതും നോക്കണം. പിന്നെയുള്ളത് സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ ആവശ്യകത, അത് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. ആ 2 ടൈപ്പും അതേപോലെ തന്നെ ഈ ഏജൻസീസും വലിയ ക്വസ്റ്റ്യൻ, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ നോക്കണം. അതിൽ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ചോദിക്കാവുന്നതാണ് ഓരോന്ന്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത്. പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ നിയമം അനുസരിക്കുന്നത്? 2 കാരണങ്ങളാണ് അല്ലേ. ഒന്നെന്താണ്,
സാമൂഹ്യ നന്മയിൽ പങ്കാളികളാവാനായിട്ട്. ഇപ്പോൾ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ അത് സമൂഹത്തിന് നന്മയ്ക്കാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ എന്താണ്, സ്വമേധയാ ആ നിയമം നമ്മൾ അനുസരിക്കും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ശിക്ഷേനെ ഭയന്നിട്ടാണ്. ആ നിയമം അനുസരിച്ചില്ലെങ്കിൽ എന്താണ്, ഹെൽമെറ്റ് വെക്കാണ്ട് വണ്ടി ഓടിച്ച് പോയി കഴിഞ്ഞാൽ എന്താണ്, 1000 രൂപ പിഴയടക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ശിക്ഷ നമ്മൾ ഭയന്നിട്ട് നമ്മൾ നിയമം അനുസരിക്കാം. ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് സ്ട്രെസ് ചെയ്തിട്ട് പഠിക്കാം. സിമ്പിളാണ്, നന്നായിട്ട് വായിച്ച് നോക്കാം. താങ്ക് യു.